തിരുവനന്തപുരത്തെ EMS പാർക്ക് പാലം ഇനി തിളങ്ങും. സംസ്ഥാന സർക്കാർ തുടങ്ങിയ നഗര സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പാലത്തിൽ ദീപാലങ്കാരങ്ങൾ തീർത്തത്. കേരളത്തിലെ പ്രധാന പാലങ്ങൾ ദീപാലങ്കൃതമാക്കി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളുടെ മോടി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച നഗര സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് EMS പാർക്ക് പാലം ദീപാലങ്കൃതമാക്കിയത്. ദേശീയ പതാകയുൾപ്പെടെ 10 തീമുകളോടെ പാലം രാത്രിയിൽ ശോഭ പൊഴിക്കും. വിശേഷ ദിവസങ്ങളിൽ പാലത്തിൽ വർണ്ണവിളക്കുകൾ തെളിയും. ചില വിദേശ രാജ്യങ്ങളിൽ ദീപാലങ്കൃതമായ പാലങ്ങൾ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറുകയാണ്. കേരളത്തിൽ അത്തരത്തിലൊരു പരീക്ഷണം ആദ്യം നടത്തി, അത് വിജയകരമായി മാറി. ഫറോക്ക് പഴയ പാലം ദീപാലങ്കൃതമായി അതൊരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഘട്ടത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം നഗരത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിലാണ് വിളക്കുകൾ സ്ഥാപിച്ചത്. പൊതുമരാമത്ത്, ടൂറിസം വകുപ്പുകൾ സ്മാർട്ട് സിറ്റിയുമായി സഹകരിച്ചാണ് പദ്ധതി. 3.2 കോടി രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.